ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫൗണ്ടേഷൻ്റെ റിവ്യൂമായിട്ടാണ്. ഇത് വന്നിട്ട് ലോറിയൽ ഇൻഫാലിബിളിൻ്റെ പ്രോ മാറ്റ് ഫൗണ്ടേഷൻ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ് കണ്ടില്ല, നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാക്കേജിങ് ആണ്. ഇതുപോലുള്ളൊരു ട്യൂബ് ടൈപ്പിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. ഇതിൻ്റെ പാക്കേജിങ് വന്നിട്ട് ഗ്ലാസ് ബോട്ടിലൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ഈസി ആയിട്ട് നമ്മുടെ ഹാൻഡ് ബാഗിലൊക്കെ ഇട്ടിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ടും പറ്റുന്നതാണ്. പിന്നെ ഒരു ട്യൂബ് ടൈപ്പിലുള്ള പാക്കേജിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പ്രൊഡക്റ്റ് നല്ല പോലെ തന്നെ കൺട്രോൾ ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഒട്ടും തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് അങ്ങനെ വേസ്റ്റായി പോകത്തൂല്ല കേട്ടോ. പിന്നെ ഒരു ഫൗണ്ടേഷൻ വന്നിട്ട് നല്ലൊരു മാറ്റ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ്. അതുപോലെ തന്നെ ഓയിൽ ഫ്രീ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് കൂടെയാണ്. മാറ്റ് എന്ന് പറയുമ്പോൾ ഒരു കംപ്ലീറ്റ് ഒരു മാറ്റ് ആയിട്ടുള്ള, കുറച്ചൊരു ഡെമ്മി മാറ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ്. പിന്നെ ഒരു പ്രൊഡക്റ്റിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇത് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്കും ഈ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം എന്നുള്ളത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫൗണ്ടേഷൻ്റെ എൻ്റെ ഷെയ്ഡ് വന്നിട്ട് 107 പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. അത് മീഡിയം സ്കിന്നുള്ള ആളുകൾക്കൊക്കെ നല്ല പോലെ തന്നെ സൂട്ടാവുന്ന ഒരു ഷെയ്ഡാണ് ആ ഒരു 107 പറഞ്ഞിട്ടുള്ള ആ ഒരു ഷെയ്ഡ്. പിന്നെ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് ഓയിൽ ഫ്രീ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രൈ സ്കിന്നുകാർക്കൊന്നും അത്ര ഒരു സൂട്ടാവത്തില്ല കേട്ടോ. ഓയിലി സ്കിന്നുകാർക്കാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഫൗണ്ടേഷൻ ആയിരിക്കും. ഓയിലി സ്കിന്നുകാർക്കാവുമ്പോൾ അവരുടെ ആ ഒരു ഓയിൽനെസ്സൊക്കെ ഇത് നല്ല പോലെ തന്നെ ഓയിൽ കൺട്രോൾ ചെയ്യുന്നതാണ്. പിന്നെ ഒരു പ്രൊഡക്റ്റിൻ്റെ കവറേജ് വന്നിട്ട് ഒരു മീഡിയം കവറേജ് ആണ് കേട്ടോ ഒരു പ്രൊഡക്റ്റ് നമുക്ക് തരുന്നത്. പിന്നെ ഒരു ഫൗണ്ടേഷൻ്റെ ഫോർമുല വന്നിട്ട് നിങ്ങളിപ്പോൾ കണ്ടില്ല, ഒരു തിക്കായിട്ടുള്ളൊരു ഫോർമുലയാണ്. അങ്ങനെ ഒരുപാട് ലിക്വിഡ് ആയിട്ടുള്ള ഫോർമുലയൊന്നുമല്ല. എൻ്റെ സ്കിന്ന് വന്നിട്ട് കോമ്പിനേഷൻ സ്കിന്നാണ്. പക്ഷേ ചില ഭാഗങ്ങളിലൊക്കെ ഇത് നന്നായിട്ട് കേക്കി ആയിട്ട് കിടക്കാറുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫേസിൽ ഒരുപാട് പോർസൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഒരു ഫൗണ്ടേഷൻ അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ സ്കിന്നിലുള്ള ആ ഒരു പോർസൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും. അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒന്ന് ബെറ്ററായി തോന്നിയിട്ടുള്ളത് നമ്മുടെ ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ്. ഈ ഫൗണ്ടേഷൻ നല്ല മാറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് അധികം ടൈം എടുത്തിട്ട് വേണം ഇത് ബ്ലെൻഡ് ചെയ്യാനായിട്ട്. ഈസി ആയിട്ട് അത്ര ഒരു ഈസി ആയിട്ടൊന്നും ഈ ഒരു പ്രൊഡക്റ്റ് അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് എടുക്കാനായിട്ട് കഴിയത്തില്ല. പിന്നെ ഒരു പ്രൊഡക്റ്റിൻ്റെ ലാസ്റ്റിങ്ങിനെ പറ്റിയിട്ട് പറയാതിരിക്കാനായിട്ട് കഴിയില്ല. നല്ല അടിപൊളിയായിട്ടുള്ള ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ്. നിങ്ങൾക്ക് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ നിങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഫൗണ്ടേഷൻ വന്നിട്ട് അങ്ങനെ ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. ഫേസിൽ എന്തോ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ഫീല് നമുക്ക് കിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ. പിന്നെ ഒരു ഫൗണ്ടേഷൻ്റെ പ്രൈസ് വന്നിട്ട് 799 രൂപയാണ്. പക്ഷേ നല്ല ഓഫറിലൊക്കെ തന്നെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് നമുക്ക് കിട്ടും. ഏതായാലും ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുത്തിട്ടുണ്ടാകും. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഓയിലി സ്കിന്നുകാരാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. ഡ്രൈ സ്കിന്നുകാർക്ക് ഈ ഒരു ഫൗണ്ടേഷൻ ഒരിക്കലും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്കിത് അവരുടെ സ്കിന്ന് നല്ല പോലെ തന്നെ കേക്കി ആക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഞാൻ ലോറിയൽ ഫ്രഷ് വെയർ ഫൗണ്ടേഷനെ പറ്റിയിട്ടുള്ള ഒരു റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വീഡിയോക്ക് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ടാകും. അത് നിങ്ങളൊന്ന് വാച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ എന്താ, അപ്പോൾ ഇത്രക്കുള്ള ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്ട്സിൻ്റെ റിവ്യൂസൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലും കമൻറ്റ് ചെയ്യാവുന്നതാണ്.